എന്താ അമ്മ അങ്ങനെ ചോദിച്ചേ? ഒന്നുമില്ല, വെറുതെ എണീച്ച. അതാ ഗോകുലിന്റെ പണിയാ. അവൻ രാവിലെ തന്നെ വിളിച്ച് വെറുപ്പിച്ച്. അപ്പൊ പിന്നെ ഫോൺ എടുത്തപ്പോ ഉറക്കം വന്നില്ല, അങ്ങനെ എണീച്ചതാ. അല്ല അമ്മ, എന്നെന്താ ചായക്ക്? ചപ്പാത്തി സാമ്പാറോ? ഇതൊക്കെ എവിടുത്തെ കോമ്പിനേഷൻ ആണ്? അല്ല അമ്മ, ഇവൻ കേരളത്തിൽ തന്നെയല്ലേ ജനിച്ചേ? അല്ല, ഇവൻ എന്ത് കോമ്പിനേഷനാണ് ഈ പറയുന്നേ? ഈ സാമ്പാറാണെങ്കി കൂട്ടി 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 ബാക്കിയുള്ളവന് മടുത്തത്. അല്ല, അച്ഛൻ ഇന്നലെ ചിക്കൻ കൊണ്ടുവന്നില്ലേ വരുമ്പോ? അതമ്മ ഒന്നും ചെയ്തില്ല? എന്താ അമ്മ ഉണ്ടാക്കി താ. എനിക്ക് വേണ്ടെന്ന ചപ്പാത്തി ഒന്നും. പക്ഷെ എനിക്ക് വിശക്കുണ്ട്. എന്നാ എടുക്ക്, ഞാൻ കഴിക്കാം. ആയ്, നല്ല ബിരിയാണി. ഓ, ഇതൊക്കെ ഇപ്പൊ കിട്ടുകയാണെങ്കിണ്ടല്ലോ ഇന്റെ മോനെ അടിപൊളിയായനെ. ഓ, ആ ലെഗ് പീസൊക്കെ കാണുമ്പോണ്ടല്ലോ കടിച്ചു വലിക്കാൻ തോന്നുന്നു. ഏഷ്, ഒന്ന് പോടാ മോട്ടോ. എന്ത് പറ്റി സാർ? ഭയങ്കര ദേഷ്യത്തിലാണല്ലോ. ഡാടാ, രണ്ടൂന്ന് പോയിക്കേ. ഞാനേ ഒന്നാമത് ദേഷ്യം പിടിച്ച് നിൽക്കുക. ഞാൻ രണ്ടിനോട് പറഞ്ഞിറങ്ങി പോവാന്. നീ വെറുതെ എന്റെ വായിലിരിക്കണ മൊത്തം നിങ്ങൾ കേക്കണ്ട. എന്ത് പറ്റി ചേട്ടാ? പറ. ഞങ്ങളോടല്ലേ, വേറെ ആരോടല്ലോ. എന്തോന്നടാ, ഞാൻ വല്ല മത്സരത്തിനും പോയതാ? വീട്ടിൽ തന്നെയല്ലേ ഉള്ളേ? എല്ലാത്തിനും കാരണക്കാരൻ നീയാ. നിന്റെ ഒടുക്കത്തെ സാമ്പാർ കുതി കാരണം ഞാൻ ഇപ്പൊ അവിടെ ദേഷ്യം പിടിച്ചിരിക്കേണ്ടി വന്ന്, അറിയോ? നീ സാമ്പാർ ഇഷ്ടപ്പെടാൻ പാടില്ല. ഓ, എന്റെ ചേട്ടാ ഒന്ന് പതുക്കെ പറ. നമ്മൾ രണ്ടാളും അടുത്തില്ലേ? അപ്പുറത്തെ വീട്ടുകാർക്ക് വരെ കേൾക്കാൻ സൗണ്ട്. മോട്ടോ എടാന്നോ നിന്നെ ഞാനിന്ന്. എന്റെ ദൈവമേ, ഒരു സാമ്പാർ കുതിയനും സാമ്പാർ വിരോധിയും കൂടി അടിയായി. ആരുടെ ഈ നേരത്തെ വിളിക്കുന്നേ? ഇവൻ വിളിച്ചതോണ്ട് നീയൊക്കെ രക്ഷപ്പെട്ട്. എന്താടാ ദീപക്കെ? സോറി, പറ. ഇവിടെ പറഞ്ഞതാ. നീ എന്താ വിളിച്ചേ? കല്യാണോ? ആരാ കല്യാണോ? നോക്കട്ടെ, പറ്റണേ വരാം. ആടാ വരാം. ശരി, നീ വെക്ക്. പിന്നെ ആ ലൊക്കേഷൻ ഒന്ന് അയച്ചു കേട്ടോ. ശരി. നീ പാടിയിട്ട് എനിക്ക് തന്നെ. ഗിറ്റാറോ? ഗിറ്റാർ എവിടെ? അല്ലടാ, ഒരു മിനിറ്റ്. ഇത് ടോയ് അല്ലേ? ഇതിലെങ്ങനെ നീ പാടും? ശരി, ഞാൻ പകുതി പാടാം, ബാക്കി നീ പാട്. ഓക്കെ? ഷോ കാണിച്ചതൊന്നുമല്ല, എന്റെ തൊണ്ട റെഡിയാക്കിയതാ. ദൂരെ ഒരു മഴവില്ലിൻ നീളം വർണ്ണം പോൽ തൂവൽ കവിളിണയിൽ നിൻ മായാലാവണ്യം. ഇന്നെൻ ഇടവഴിയിൽ നിന്നോമൽ കാൽത്താളം. നീയാം സ്വരജതിയിൽ ഈ മൗനം വാചാലം. സാധ്യരാഗങ്ങളേറ്റു പാടുന്ന ഭൂമിയും വനവും. സാക്ഷിയായി ഭാവുകങ്ങളേകുന്ന ശ്യാമമേഘങ്ങളും. ഇനി ഞാൻ പാടാം. എടാ മോട്ട് മതി.
പട്ടി ഊരിടുന്നേ? എടാ എന്താടാ ഇപ്പൊ ഇവിടെ സംഭവിച്ചേ? ഞാൻ ഒരു കല്യാണത്തിന് പോവാ. അത് നിന്റെ ഫ്രണ്ടില്ലേ ദീപക്, ഓന്റെ കസിന്റെ കല്യാണോ, അതിന് എന്നെ വിളിച്ചിണ്ടേൻ, അതിന് പോവാ. ഞാൻ പോവാൻ നേരത്ത് പറയാന്ന് വിചാരിച്ച്. പോയിക്കോട്ടെ അമ്മേ. അമ്മ എനിക്ക് തിരക്കുണ്ട്, ഞാൻ പോവാ. അല്ല, ഇവൻ ഇവിടെ ഉണ്ടാവും പറഞ്ഞിട്ട് ഇവനെവിടെ? വിളിച്ചു നോക്കണോ? സജിനെ, ആ വന്നല്ലോ. എത്ര ദിവസമായിട്ടാ നമ്മള് കണ്ടിട്ട്? മോനെ, എത്ര ദിവസമായി കണ്ടിട്ട്. അതെ അതെ, 2 ദിവസം. 2 ദിവസം എന്ന് പറഞ്ഞാലും വലിയതല്ലേ ബ്രോ. വാ, അങ്ങോട്ട് പോവാ, അവിടെ അമ്മയും അച്ഛനൊക്കെ ഉണ്ട്. വാ. അല്ലടാ, ഇത് ആരെ കല്യാണം? ഇത് എൻ്റെ ഒരു കസിൻ ചേച്ചിന്റെ കല്യാണാടാ. എന്തായാലും എന്നെ ഇൻവൈറ്റ് ചെയ്തതിന് താങ്ക് യു. അതൊന്നും പ്രശ്നമല്ല, നീ വാ. അമ്മ ഇതാട്ടോ സജിൻ. എനിക്കറിയടാ, നിന്റെ ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. ഹായ് ആന്റി. ഹായ് മോനെ. അല്ല അമ്മ, അമ്മ അങ്ങോട്ട് പോയില്ലേ? ഇല്ല, നീ ഒന്ന് അങ്ങോട്ട് വന്നേ, അവിടെ കുറച്ച് പണിയുണ്ട്. ആണോ? എടാ സജിനെ, എന്നാ നീ ഒരു കാര്യം ചെയ്യ്, നീ ഇവിടെ ഇവിടെ ഇരിക്കി, ഞാൻ അപ്പഴത്തേക്ക് വരാം. ഓക്കേടാ. എടാ, നിനക്ക് ഒറ്റയ്ക്ക് ഇരിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ? അതൊന്നും കുഴപ്പമില്ലടാ. എന്നാ ഓക്കെ, ഞാൻ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് വരാം കേട്ടോ. ശരി, വിട്ടോ. വാ അമ്മ. ഞാനിപ്പോൾ എവിടെ ഇരിക്കുക? ഇവിടെ ഇരിക്കണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടേ പോയി നോക്കാം. അവിടെ എവിടെ ഇരിക്കുക? സ്ഥലൻ്റെ എവിടെ ഇരിക്കാം? ഇവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഇവിടെ എവിടെ ഇരുന്നിട്ട് വല്ല ഫോണിലും കളിച്ച് കുത്തിരിക്കാം. അല്ല, ഇത് മീരന്റെ ചേട്ടനല്ലേ? പോയി സംസാരിക്കണോ? സംസാരിച്ചേക്കാം. ഹായ് ചേട്ടാ. ഹായ് ചിന്നു. ഇതെന്താ ഇവിടെ? ഇതെന്റെ റിലേറ്റീവിന്റെ കല്യാണോ? ആണോ? അല്ല, ചേട്ടൻ എന്താ ഇവിടെ? ഇതെന്റെ ഫ്രണ്ടിന്റെ കസിന്റെ മാരേജാ. ഫ്രണ്ടിന്റെ പേരെന്താ? ദീപക്. അറിയോ? ദീപക്കേട്ടന്റെ ഫ്രണ്ടാണോ? എനിക്കറിയാലോ, എന്റെ റിലേറ്റീവാ. ഫുഡ് കഴിച്ചോ? ഇല്ല, കഴിക്കണം. എന്നാ കഴിക്കിട്ടോ. എന്നാ ഞാൻ അങ്ങോട്ട് പോട്ടെ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ശരി, കാണാം. എടാ സജിനെ, ഇവനെന്താ വിളിച്ചിട്ട് വിളിയേക്കാത്തെ? സജിനെ. എന്താ? ഫുഡ് കഴിക്കാൻ പോവാ? പോവാ, വാ. കമോൺ. എന്താ അമ്മ? ഒന്നുമില്ല, എനിക്ക് പല്ല് നല്ല വേനുണ്ട്, അതുകൊണ്ട് കിടന്നുറങ്ങിപ്പോയതാ. പിന്നെ വേണ്ടാത്ത പണിക്കൊന്നും നിൽക്കണ്ട, വെറുതെ ഡോക്ടറെ കാണിക്കേ. ഞാനല്ലേ? എന്താ അമ്മ, വേണ്ട. വന്ന് വാ പോവാ. പോടാ. ആർക്കറിയാം, എന്തായാലും പറിക്കണമെന്ന് എന്റെ ആഗ്രഹം. പണ്ടേ ഞാൻ ചെറുതാകുമ്പോ എന്റെ പല്ലൊക്കെ പറിക്കാൻ പോകുന്ന സമയത്ത് ചേട്ടൻ എത്ര കളിയാക്കിണ്ടായിരുന്നു എന്നെ. ഇനി എനിക്കും കളിയാക്കണം. റിവെഞ്ച് തന്നെ. അല്ലമ്മ, ഇതെന്താ?